ഈ മലയാളികൾ എന്തിലും രാഷ്ട്രീയം കാണുമെന്ന് നമ്മൾ പറയില്ലേ, പക്ഷേ എങ്ങനെ കാണാതിരിക്കും? ആഗോള അയ്യപ്പ സംഗമം അങ്ങോട്ട് സമാപിച്ചതിന് തൊട്ട് ശേഷം ഇതാ വരുന്നു, അയ്യപ്പൻ്റെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു, മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതും വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 2018 30 കിലോയ്ക്കേറെ സ്വർണം അയ്യപ്പ ക്ഷേത്രത്തിൽ പൂശിയ വ്യവസായിക്ക് പിന്നെ ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശമോ അവസരമോ ഉണ്ടായിട്ടില്ല. അദ്ദേഹം കോടിക്കണക്കിന് രൂപയായിട്ട് മുങ്ങി ഇപ്പം UK-യിൽ ബ്രിട്ടനിൽ സുഖസമൃദ്ധമായി ജീവിക്കുന്നു. പാവം പിടിച്ച ഇവിടുത്തെ വിശ്വാസികളുടെ കാര്യം, ഈ ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാനുള്ള പല കാരണങ്ങളിലൊന്നാണ്. കഴിഞ്ഞ വർഷമാണ് ഇതുപോലെ തൃശ്ശൂർ മാതാവിൻ്റെ പള്ളിയിൽ മാതാവിന് കൊടുത്ത തങ്കക്കിരീടം ചെമ്പായി മാറിയത്. ഇതുപോലെ അയ്യപ്പൻ്റെ തിരുനടയിലും ഇപ്പോൾ സ്വർണം ചെമ്പായി, ചെമ്പ് തെളിഞ്ഞു വന്നു. അന്ന് ചെമ്പ് ഗോപി എന്നുള്ളൊരു പേരായിരുന്നെങ്കിൽ ഇന്ന് ചെമ്പ് പോറ്റിയായി. അതിൻ്റെ അളവ് കുറഞ്ഞു പോയി, തങ്കത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ളൊരു പബ്ലിസിറ്റിയൊക്കെ പിന്നെ വന്നു. അങ്ങനെ വന്നത് തന്നെ തെറ്റ്. അദ്ദേഹം ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര തങ്കം സമർപ്പിച്ചേക്കാം, കൊടുത്തേക്കാം, നേർച്ച നേർന്നേക്കാം എന്ന് പറഞ്ഞിട്ടില്ല. അത് 1 ഗ്രാമെങ്കിലും 1 ഗ്രാം, അതിനകത്ത് തങ്കം ഉണ്ടല്ലോ. ഈ തങ്കം കുറഞ്ഞു പോയെന്ന് മാതാവ് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. പള്ളിയിലെ ഇടവകക്കാരും ഒക്കെ അല്ലേ പറഞ്ഞത് തങ്കത്തിൻ്റെ അളവ് കുറഞ്ഞുണ്ട്. സുരേഷ് ഗോപി ഒരിക്കലും പറഞ്ഞിട്ടില്ല അതിനകത്ത് ഇത്ര ശതമാനം തങ്കം കൊടുത്തേക്കാവുന്നു. പക്ഷേ വേറൊരു കാര്യമാണ്, മാതാവിന് തങ്കം ആവശ്യമുണ്ടോ? അതായത് ഏത് ദൈവത്തിനായിക്കോട്ടെ, ഈ ദൈവങ്ങൾക്കൊക്കെ തങ്കവും പൊന്നും വെള്ളിയും ഒക്കെ ആവശ്യമുണ്ടോ? ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇടപെട്ടതിൻ്റെ പകുതി ആൾക്കാർ പോലും ഈ സ്വർണം തെളിഞ്ഞ് ചെമ്പാതിൻ്റെ വിഷയത്തിൽ ഇടപെടുന്നില്ല കേട്ടോ. അന്ന് ഒരുപാട് നാമജപ ഘോഷയാത്രയൊക്കെ നടത്തി. പക്ഷേ ഇന്നിപ്പം ആർക്കും ഒരു എതിരഭിപ്രായമില്ല. കാരണം വേലി തന്നെയാണ് വിളവ് തിന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിഷയം വന്നപ്പോഴേക്കും, വാർത്ത വന്നപ്പോഴേക്കും ഞാൻ മോൻസൺ മാവുങ്കലിനാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഈ ഒരു 2 വിഷയവും ഒരേപോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒന്ന് മോൻസൺ മാവുങ്കൽ, ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ചിലപ്പോൾ PSC പോലുള്ള ചില എക്സാമിനൊക്കെ ക്വസ്റ്റ്യനായിട്ട് വരാൻ സാധ്യതയുണ്ട്. മോൻസൺ മാവുങ്കലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളുണ്ട്. നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാകും ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടത്. ഭക്തജനങ്ങളായ സ്ത്രീകൾക്ക്, അയ്യപ്പനെ കാണാനുള്ള സ്ത്രീകൾക്ക് അവസരം എന്നുള്ള ഒരു വിധി വന്നു. അത് അന്നത്തെ സർക്കാരായ ഇടതുപക്ഷം ഓക്കെ സ്ത്രീകൾക്ക് പ്രവേശിക്കുന്നെങ്കിൽ പ്രവേശിക്കാം എന്നുള്ളൊരു നിലപാടെടുത്തപ്പോൾ അതിനെതിരെ എവിടുന്നോ കിട്ടിയ ഒരു ജഡ്ഡിയുടെ എലാസ്റ്റിക് ഒക്കെ വെച്ചുകൊണ്ടൊരു ആൾ വന്നായിരുന്നല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലല്ല, രാഹുൽ ഈശ്വർ. ഒരാൾക്ക് എലാസ്റ്റിക് കിട്ടിയില്ല, ശ്രീജിത്ത് പണിക്കർക്ക്. ഇവരൊന്നും ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ അത്ര വലിയൊരു തീവ്രമായിട്ടുള്ള നിലപാടും എതിർപ്പുമായിട്ട് വരുന്നത് കണ്ടില്ല. എന്താണെന്നറിയില്ല. എൻ്റെ ചെറുപ്പത്തിൽ പോലും ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്, പല വാർത്തകളും കേട്ടിട്ടുണ്ട്, ശബരിമലയിൽ അയ്യപ്പൻ്റെ കാണിക്ക എണ്ണുന്നതിനകത്തുനിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനൊന്നും വലിയ തെളിവുകളൊന്നും പുറത്തു വരുന്നില്ലായിരുന്നു. പിന്നെ ദൈവത്തിന് പോലും കാണാത്ത ചില സംഭവങ്ങൾ CC ക്യാമറ ഒക്കെ പോകുമല്ലോ. അങ്ങനെയുള്ള പല സംഭവങ്ങളും കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണല്ലോ. കാണിക്ക എണ്ണ കാണും, അത് കുറച്ചൊക്കെ എടുത്ത് മാറ്റുകയാണ്. എന്താണല്ലേ ഭക്തിമൂത്ത് എന്തൊക്കെ. അതായത് ദൈവത്തിന് കാണാൻ പറ്റാത്തത് പലതും CC ക്യാമറ, CCTV കണ്ടുപിടിക്കും എന്നുള്ളതല്ലേ വിശ്വാസം. അതല്ലേ എല്ലാം. ഈ വിഷയം ഒരു മതത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. എല്ലാ മതത്തിലും ഈ പ്രശ്നങ്ങളുണ്ട്, എല്ലാ മതത്തിലും. കാരണം സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിനോടൊപ്പം തന്നെയാണല്ലോ ഈ ഇതിൻ്റെ സംഘാടകർക്ക്, അല്ലെങ്കിൽ ഏത് മതത്തിൻ്റെയും അതിൻ്റെ ഭാരവാഹികൾക്ക്, ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി, സ്വന്തം കീശ വീർപ്പിക്കാൻ പറ്റും എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മനസ്സല്ലേ ഇങ്ങനെ അങ്ങ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അത് വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ദൈവത്തിൻ്റെ ആകുമ്പോഴത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ല. ദൈവം ഡയറക്റ്റ് ഒന്നും പറയില്ല. സത്യത്തിൽ ഈ ദൈവത്തെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ദൈവമാണ് നമ്മുടെ അടുത്ത സുഹൃത്ത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? ആ ദൈവത്തെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ദൈവത്തെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട അവകാശവും വേറൊരാൾക്കില്ലല്ലോ. ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് മനുഷ്യരെ പലരെയും ചൂഷണം ചെയ്യുന്നത്. ആ ചൂഷണത്തിൽ വീഴാൻ നിന്നു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ട സംഭാവനകൾ കൊടുക്കുകയും കാണിക്കയിൽ കൊണ്ടിടുകയും ആ ദൈവത്തെ നമ്മൾ പേടിക്കേണ്ടയും കാര്യമില്ല. ഒരു കാര്യം കൂടി പറയാം. ഈ ഭൂമി നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കോടീശ്വരന്മാരുണ്ട്, അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധിയായിട്ട് സുഖ സൗകര്യങ്ങളോടുകൂടി ഈ ഭൂമി ജീവിക്കുന്ന പല ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുന്ന ആൾക്കാരുമുണ്ട് ഈ ഭൂമിയിൽ, ഇല്ലേ? അതായത് VIP, VVIP ആ ഒരു കാറ്റഗറിയിൽ തന്നെ വ്യത്യാസങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ ഒരു ചെറിയ ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അവൻ്റെ ജീവിതത്തെയും ഈ ഭൂമിയിൽ സംരക്ഷിക്കാൻ കഴിയില്ലാത്ത ഒരു ദൈവം, ആ ദൈവം നീ മരിച്ചതിന് ശേഷം നിന്റെ ആത്മാവിനെ, നിന്റെ ശരീരത്തെ, നിന്റെ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചോളാം. എവിടെയാണ്?
ഏതോ ഒരു ലോകത്ത് രക്ഷിച്ചോളാം എന്ന് പറയുന്നതിനകത്ത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും വലിയ തട്ടിപ്പാണ് അത്. ഇതൊരു മതത്തെ മാത്രമല്ല, എല്ലാ മതത്തെയും കുറിച്ചാണ് ഞാനീ പറയുന്നത്. എല്ലാ ദൈവത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ. ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ഈ ബാംഗ്ലൂരുള്ള വ്യവസായി വിജയ് മല്യ ഈ 30 കിലോ സ്വർണം പൂശിയത് കൊണ്ടാണല്ലോ കുറച്ച് മലയാളികൾക്ക് അത് ഉപയോഗിക്കാനും ഉപകരിക്കാനും ഒക്കെ പറ്റിയത്. അത് തന്നെ കേരളത്തിൽ ആ ഒരു സ്വർണം വന്നത് തന്നെ അത് കുറേ മലയാളികൾ രക്ഷപ്പെടാൻ ഉപകരിച്ചെങ്കിൽ തന്നെ അത് വിജയ് മല്യയ്ക്കും ആർക്കൊക്കെയോ നമ്മൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. വിവരമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ ഈ ഭൂമി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടി ജീവിക്കുക, അല്ലാതെ മതത്തിന് വേണ്ടിയോ ജാതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയോ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തെയോ മതത്തെയോ ജാതിയോ ഒക്കെ പേടിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങും എത്തില്ല. ഞാനീ പറയുന്ന ഒരു നിരീശ്വരവാദത്തിൻ്റെ ഭാഗത്തു നിന്നും മാത്രമല്ല ചിന്തിക്കുന്നത്. ഒരു ആത്മവിശ്വാസത്തോടു കൂടി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെയോ മതത്തെയോ ജാതിയോ ഇതിന് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ ഉൾക്കൊണ്ട് അതിനടിമയായിട്ട് മാറി ജീവിക്കാതെ, അതിവൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പോലും അടിമയായിട്ട് ജീവിക്കാൻ പാടില്ല. കാരണം അന്ധമായിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ആയിക്കോട്ടെ, അതിനെതിരെയും നമ്മൾ സംസാരിക്കാൻ, എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവത്തോടു കൂടി മുമ്പോട്ട് പോയാലേ, അങ്ങനെയുള്ള പോകുന്ന ഒരു സമൂഹം വരുമ്പോഴേ ഈ നാടിൻ്റെ പുരോഗതി യഥാർത്ഥത്തിൽ